കുറേ നാളുകൾക്ക് ശേഷം മഞ്ഞും മലയും മഴയൊക്കെ ആസ്വദിച്ച് നേരെ പോകുന്നത് വാഗമണിലേക്കാണ് കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ വാഗമൺ. നമ്മൾ കൂടുതലും പോകുന്നത് നമ്മുടെ മൂന്നാറും അതുപോലെ ആലപ്പുഴയും തേക്കടിയൊക്കെ ആയിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ. വാഗമണിൽ അങ്ങനെ വന്ന ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കണ്ടിട്ടില്ല. എപ്പോഴും പോകുന്ന പോലെ കാറിലല്ല പോകുന്നത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലാണ് ഈ ഒരു യാത്ര തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വാഗമൺ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വാഗമണിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും അതുപോലെ തന്നെ നമുക്ക് വാഗമൺ വന്നാൽ താമസിക്കാൻ പറ്റിയ നല്ല ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. ഞാൻ വാഗമണിലാണ് കേട്ടോ നിൽക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഒരു അടിപൊളി വ്യൂ ഉള്ള ഒരു പ്രൈവറ്റ് പൂൾ റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഫുള്ള് കോടമഞ്ഞൊക്കെ ഇറങ്ങി പൂളിലൊക്കെ ചാടി നമുക്ക് ബാർബിക്യൂ ക്യാമ്പ് ഫെയർ പരിപാടികളെല്ലാം ചെയ്ത് ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചു പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ റിസോർട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വാഗമണിലെ പ്രൈവറ്റ് പൂൾ റിസോർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു ക്യാമ്പ് ഫെയറും ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഗ്യാദർ ചെയ്യാനും അങ്ങനെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും അങ്ങനെ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കൊരു 3 ഫ്ലോറാണ് കേട്ടോ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 3 ഫ്ലോറിലായിട്ട് നമുക്ക് ഓരോ 2 ബെഡ്റൂം കോട്ടേജസ് ആണ് വരുന്നത്. ലിവിംഗ് റൂം വിത്ത് ബെഡ്റൂം അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ, ഇതാണ് ഹൈലൈറ്റ് കേട്ടോ. ഈ ഒരു വ്യൂ കാണാനാണ് എല്ലാവരും വരുന്നത് കണ്ടോ. കറക്റ്റ് ഒരു ഹിൽ വ്യൂ. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് കോടമഞ്ഞ് വന്ന് മൂടുന്നൊരവസ്ഥയാണ്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കും. ഇന്ന് രാവിലെ ഫുള്ളായിട്ട് മഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു. ഈ ഒരു മൗണ്ടൻ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ആ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൈൻ മരങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ലൊരു ഗംഭീര വ്യൂ ഉള്ളൊരു റിസോർട്ടാണ് കേട്ടോ നമുക്കുള്ളത്. എല്ലാത്തിനും നമുക്ക് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂമിനകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ പുറത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഒരു പൂള്. ഈ ഒരു പൂളിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു മൗണ്ടൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലൈമറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ട, കാണുമ്പോൾ അറിയാം നമ്മുടെ വാഗമണ്ണത്തെ മൂന്നാറത്തെ ക്ലൈമറ്റ് പക്ക ക്ലൈമറ്റാണ്. ഇനി നമുക്ക് ഇവിടുത്തെ റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാവേ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ വാഗമണത്തെ റിസോർട്ടിൻ്റെ റൂം കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വ്യൂ ഒന്ന് കണ്ടിട്ട് ആ റൂം ഒന്ന് കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഈ ഒരു മൗണ്ടൻ വ്യൂ ആയിരിക്കും ഇപ്പോൾ നമുക്ക് കാണാം. നേരത്തെ ഞാൻ കണ്ട ആ ഒരു കാണിച്ചൊരു വിഷ്വലിനകത്ത് നിന്ന് ഇപ്പോൾ കണ്ടോ ഫുള്ള് കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാം. നേരത്തെ നമ്മൾ കണ്ട വീഡിയോക്കകത്ത് കണ്ടാണ് കല ഫുള്ള് തെളിഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പോൾ ഫുള്ള് കോടമഞ്ഞ് ഇറങ്ങുന്ന കേട്ടോ. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് റൂമൊന്ന് കാണാം. ഇവിടുത്തെ സെറ്റപ്പാണ് അടിപൊളി. തണുത്തിട്ട് വയ്യ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ്, ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പിന്നെ പ്ലേറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജുണ്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ. പിന്നെ ഫസ്റ്റ് റൂം നമ്മുടെ ഇതാണ്. നമ്മുടെ എല്ലാ റൂമും ഇതേ സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ പിന്നെ ടിക്കറ്റിലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കബോർഡുണ്ട്, നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ റൂം എക്സ്ട്രാ മാറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഫാമിലി ആയിട്ട് വരും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന എക്സ്ട്രാ മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ വരുന്നത്. പിന്നെ വാഷ്റൂം കാണിച്ചുതരാം, എല്ലാവരും നോക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നോർമലി ആസ് യൂഷ്വൽ എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ടവലും കാര്യങ്ങളും എന്തെങ്കിലും കിറ്റ്, സോപ്പ്, ഷാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഗമണത്തെ നമ്മുടെ റിസോർട്ടിൻ്റെ കാഴ്ചകൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഗംഭീര വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ റൂംസ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. വാഗമൺ പറഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റും എത്ര പേരാണെന്ന് മെൻഷൻ ചെയ്യുക. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വാഗമൺ പാലൊഴുകുംപാറ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ പാലൊഴുകുംപാറ വാട്ടർഫാളിലേക്ക്. അങ്ങനെ നമ്മുടെ പൈൻ ഫോറസ്റ്റ് അതൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞങ്ങൾ പോയി കണ്ട വീഡിയോസൊക്കെ വീഡിയോയിൽ നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ, അതായത് വാഗമൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാൻ പറ്റിയ ഡെസ്റ്റിനേഷൻസ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളത്. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് നമ്മുടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഗമണത്തെ റിസോർട്ടിലെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ, ഞാൻ ശരിക്കും രാത്രിയിലാണ് എത്തിയത്. രാവിലെ എഴുന്നേറ്റിട്ട് ഈ വഴി നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്താണ് ഈ കാണുന്ന പാലൊഴുകുംപാറ വാട്ടർഫാൾ. നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഒരു ഡ്രൈവിന് വണ്ടി എടുത്ത് വന്നതേ ഉള്ളൂ. നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ വണ്ടി എടുത്ത് വന്നത്. അല്ലാത്തവർക്ക് ജസ്റ്റ് നടന്ന് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പാലൊഴുകുംപാറ വാട്ടർഫാളിൻ്റെ അടുത്തെത്താം. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അരുവിയാണ് ഈ റോഡ് സൈഡിൽ കാണുന്നത്. ഇവിടെ വന്ന് ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും ഒക്കെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ പോകുന്ന കാണാമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു
തുടങ്ങി കേട്ടോ. അവരൊക്കെ വരുമ്പോൾ ഈ ഒരു സൈഡിലൊക്കെ വന്ന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. നല്ലൊരു അടിപൊളി വാട്ടർഫാളാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്, പാലൊഴുകുംപാറ വാട്ടർഫാൾ. പാലൊഴുകുംപാറ വാട്ടർഫാൾ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത് വന്നത് വെച്ചാൽ പൈൻ ഫോറസ്റ്റിലേക്കാണ്. എക്കോ ടൂറിസമാണ് ഇത്. പൈൻ ഫോറസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. ഈ കാണുന്നത് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ ഒരു സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾ അത് രാവിലെയാണ് എത്തിയത്. ഏകദേശം 7 മണിയാവുന്നേ ഉള്ളൂ. രാവിലത്തെ ഒരു ആംബിയൻസ് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് രാവിലെ വന്നുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ല. ഈ സാധനം കണ്ടോ, ഈ സാധനം നമ്മൾ ഈ ക്രിസ്മസ് ട്രീക്കകത്തൊക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നമ്മൾ ചുമ്മാ ഇവിടെ നിന്നൊക്കെ കിട്ടുമായിരുന്നു. നമ്മൾ സൈലൻറ്റ് വാലിയിൽ മൂന്നാർ പോയപ്പോൾ അവിടെ നിന്നൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ പൈൻ മരത്തിൻ്റെ കായൊക്കെ ഇവിടെ ഒരുപാട് കിടക്കുന്നത് കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ വാഗമൺ വരുമ്പം പൈൻ ഫോറസ്റ്റ്. അതായത് പ്രോപ്പർട്ടിക്ക് അടുത്ത് നമുക്ക് ഫസ്റ്റ് ഉള്ളത് പാലൊഴുകുംപാറ വാട്ടർഫാൾ, അത് കഴിഞ്ഞിട്ട് പൈൻ ഫോറസ്റ്റ്. അതായത് വരുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വീഡിയോ. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വാഗമൺ ഞാൻ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന്. ഞാൻ 1-2 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊന്നും വന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ടോ കണ്ടിട്ടോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പാലൊഴുകുംപാറ വാട്ടർഫാളും അതുപോലെ ഈ കാണുന്ന നമ്മുടെ പൈൻ ഫോറസ്റ്റിലൊക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുമ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് ഈ പൈൻ ഫോറസ്റ്റും അതുപോലെ പാലൊഴുകുംപാറ വാട്ടർഫാളും ഒക്കെ. ഇതിനകത്തൂടെ ഒരു അരുവി, ഒരു ആറൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. എന്തായാലും വാഗമൺ വരുമ്പോൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് നമ്മുടെ ഈ ഒരു പൈൻ ഫോറസ്റ്റും അതുപോലെ പാലൊഴുകുംപാറ വാട്ടർഫാളും. ഇനിയും നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന പാലൊഴുകുംപാറ വാട്ടർഫാളും അതുപോലെ തന്നെ അടുത്തായിട്ട് ഈ ഒരു പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങളങ്ങനെ പാലൊഴുകുംപാറ വാട്ടർഫാളും കണ്ട് പൈൻ ഫോറസ്റ്റും കണ്ടിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് നേരെ തിരിച്ച് റിസോർട്ടിലെത്തി. റൂമിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി ഇവിടുന്ന് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോകണം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഗംഭീര ക്ലൈമറ്റാണ്. കോടമഞ്ഞും കാര്യങ്ങളൊക്കെ മൂടിയിട്ട് നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ജൂൺ മാസത്തിലാണ് ഞാനിവിടെ വന്നത് കേട്ടോ. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ വന്നത് നമ്മുടെ വാഗമണിലെ അത്ര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് മൊട്ടക്കുന്ന് എന്ന് പറയും. ഇപ്പോൾ ഇതിനെ മെഡോസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ 3 പേരുടെ മഴയത്ത് കുടയൊക്കെ പിടിച്ചിങ്ങനെ പോവാണ്. ഞങ്ങളുടെ റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ റെയിൻകോട്ടൊക്കെ ഇട്ട് ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. കാരണം മഴയും കോടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് കേട്ടോ ജൂൺ ജൂലൈ മാസത്തിൽ വാഗമണുള്ളത്. ഈ സ്പോട്ടുകൾ മാത്രമല്ല കേട്ടോ വാഗമൺ കാണാനുള്ളത്, ഒരുപാട് സ്പോട്ടുകളുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ വരാട്ടുമേട് ട്രക്കിംഗ് ഉണ്ട്. നമ്മൾ മൂന്നാർ കുളുക്കുമല ട്രക്കിങ്ങിനൊക്കെ പോകുന്ന പോലെ ഇവിടെയും ജീപ്പ് അറേഞ്ച് ചെയ്ത് നമുക്ക് വരാട്ടുമേട് ട്രക്കിങ്ങിന് പോകാം. അതുപോലെ തന്നെ വാഗമൺ ഒരു അഡ്വഞ്ചർ പാർക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവർ കണ്ടിരിക്കേണ്ട നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തൊട്ട് പറഞ്ഞ പോലെ തന്നെ പാലൊഴുകുംപാറ വാട്ടർഫാൾ, അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ്, വരാട്ടുമേട് ട്രക്കിങ്, ഇതൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ അഡ്വഞ്ചർ പാർക്ക്, നമ്മൾ ഈ കണ്ട മൊട്ടക്കുന്ന് മെഡോസ് എന്ന് പറയുന്ന സ്ഥലം, ഇതൊക്കെയാണ് വാഗമൺ കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത ട്രിപ്പ് വാഗമണിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട് നല്ല അടിപൊളി പ്രൈവറ്റ് പൂൾ റിസോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വാഗമണിലെ ഫുൾ ടൂർ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കോൺടാക്ട് നമ്പറിലേക്ക് വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി. താങ്ക്